BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് ദലിത് ലീഗ് മാർച്ച് നടത്തുകയാണ്. ഗോകുൽ വേണുഗോപാൽ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് അവിടെ നടക്കുന്നത്? ആ പ്രതിഷേധം, നിതിൻ രാജിന്റെ മരണത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഡെന്റൽ കോളേജിന് മുന്നിലേക്കുള്ള ദലിത് ലീഗ് മാർച്ചായി മാറിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവരുടെ മുദ്രാവാക്യം? ഗോപികൃഷ്ണൻ, അല്പസമയം മുമ്പാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ്, മുസ്ലിം ലീഗിന്റെ ദളിത് സംഘടനയാണ് അവരുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തിയത്. കോളേജിന് മുൻവശത്ത് വെച്ച് പോലീസ് അവരുടെ മാർച്ച് തടയുകയും ചെയ്തു. ജാതിപരക്കിരയായ നിതിൻ രാജിന്റെ കുറ്റവാളികളെ മുഴുവൻ ശിക്ഷിക്കുക എന്നൊരു ആവശ്യം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടായിരുന്നു അവർ ഈ മാർച്ച് നടത്തിയത്. ആ ഘട്ടത്തിൽ ഈ കോളേജിന്റെ ഭാഗമായിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സ് ഈ പ്രവർത്തകർക്ക് നേരെ തിരിയുകയും അവരെ മർദ്ദിച്ചു എന്നുമായിരുന്നു ഇവരുടെ ഒരു പരാതി. ഈ നിതിൻ രാജിന്റെ കൊലപാതകികളായ മുഴുവൻ ആളുകൾക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ചിൽ പോലീസുകാർ തടഞ്ഞത് കൂടാതെ ഈ കോളേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വകാര്യ ഏജൻസിയെ സെക്യൂരിറ്റി ഫോഴ്സായി നിയമിച്ചിരുന്നു. അവർ ഈ മാർച്ച് തടഞ്ഞതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവാൻ കാരണം. പിന്നീട് ഈ പ്രതിഷേധം നടക്കുന്ന ഭാഗത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കരീം ചലരി ഇവിടെ ഉണ്ട്. എന്താണ് ഇപ്പോൾ ഈ മാർച്ച് മറ്റൊരു രീതിയിലേക്ക് മാറാനിടയ സാഹചര്യം എന്താണ്? ഇവിടെ ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗിന്റെ നേതൃത്വത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച പ്രതിഷേധ ധർണയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തകന്മാർ പ്രകടനമായിട്ട് വന്നത്. ഡെന്റൽ കോളേജിൻ്റെ കവാടത്തിൽ സാധാരണഗതിയിൽ പ്രതിഷേധ മാർച്ചും പ്രകടനങ്ങളൊക്കെ നടക്കുമ്പോൾ അത് തടയുക എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇവിടെ പോലീസ് അധികാരികളെ സാക്ഷി നിർത്തിയിട്ട് ഈ പ്രതിഷേധ പ്രകടനത്തെ കൂലിപ്പട്ടാളക്കാരായിട്ടുള്ള അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് തടയുന്നതാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടോ? ഞങ്ങളുടെ ദളിത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ മുഖത്തടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അത്തരത്തിൽ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടക്കാറുണ്ട്, മാർച്ചുകൾ നടക്കാറുണ്ട്, പല സ്ഥാപന മേധാവികൾക്കെതിരായിട്ട് നടക്കാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.